എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 4 BHK വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടാവ് കരിപ്പൂർ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 200 മീറ്റർ മാത്രം മാറി ഡബിൾ സ്റ്റോറി 4 BHK വീട് നമുക്ക് കൊടുക്കാനുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന 4,620 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2,200 സ്ക്വയർ ഫീറ്റിൽ 4 വലിയ ബെഡ്റൂമാണ്, 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വാസ്തു ബേസ്ഡായിട്ടാണ് വീട് വെച്ചിട്ടുള്ളത്. പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. വീടിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്ന കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 2 കളർ കോമ്പിനേഷനിലാണ് നമുക്ക് പെയിൻറ്റിങ് വരുന്നത്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലാഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. വീടിനോട് ചേർന്ന് വലിയൊരു ഇൻബിൽഡ് കാർ പോർച്ച് വരുന്നുണ്ട്. മുറ്റത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗ്രാപ്സ് വരുന്നുണ്ട്. ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു നോർമൽ മടക്കയറ്റും വരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് നമുക്ക് ഏകദേശം 20 വീട് അടുപ്പിച്ചുണ്ടായിരുന്നു. ഏകദേശപ്പെട്ട 80% വീടും സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ ആൾതാമസം വരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് 85 ലക്ഷത്തിൻ്റെയും 83 ലക്ഷത്തിൻ്റെയും ഇനി 3 വീട് നമുക്ക് കൊടുക്കാനുണ്ട്. മെയിൻ റോഡിൽ നിന്ന് വീട്ടിലോട്ട് വരുന്ന സൈറ്റ് നമുക്ക് ലോറി സൈറ്റാണ്. വീട്ടിൽ നമുക്ക് ഹൗസ് സൈഡ് വലിയൊരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 11 കിലോമീറ്ററിൻ്റെ അകത്താണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 13.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. മുറ്റത്ത് നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു വലിയൊരു കാർ നിൽക്കും. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് ടെയിൽ, നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 3 ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലും 4 സൈഡ് നമ്മുടെ ക്യാമറയുടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്, സോളാറിൻ്റെ പോയിൻറ്റും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റൗട്ടിൽ ഗ്ലാഡിങ് വർക്ക് ചെയ്തിരിക്കുന്ന വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടെയിലാണ്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. സിറ്റൗട്ടൊക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റൗട്ടാണ് വരുന്നത്. ഫ്രണ്ടിലെ ഡോറെല്ലാം പ്ലാവാണ്, ക്ലിയർ പോളിഷ് ആയിട്ടുണ്ട്. ഫ്രണ്ട് വുഡ് ഫുള്ള് നമുക്ക് പ്ലാവാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയുടെ അകത്താണ്. ഈ വില്ലയ്ക്ക് നമുക്ക് 85 ലക്ഷം രൂപയ്ക്ക് അകത്ത് വരുന്ന വേറെ 2 വീടും കൂടി ഉണ്ട്. മൊത്തം നമുക്കിവിടെ 3 വീടാണ് നമുക്ക് കൊടുക്കാനുള്ള ഈ വില്ലയ്ക്കകത്തുള്ളത്. ബാക്കിയുള്ള മിക്ക വീടും നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ ആൾതാമസം വരുന്നുണ്ട്. ഈ വീട് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം, മൊത്തം നമുക്ക് 4 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്ന നമ്മുടെ വിശാലമായിട്ടുള്ള ഹാള്, ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയും TV യൂണിറ്റിൻ്റെ ഏരിയയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ്, സ്പോൾ ലൈറ്റ്, ഫാൻസി ലൈറ്റ്, ഓട്ടോമാറ്റിക് ഫാനുകൾ വരുന്നുണ്ട്. സെൻട്രൽ ചെവിൽ വലിയൊരു ടെസ്റ്റർ വർക്ക് വരുന്നുണ്ട്. ഈ കാണുന്ന നമ്മുടെ TV യൂണിറ്റ് ഏരിയ, എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് ഫുള്ളും ചെയ്തിട്ടുള്ളത്. കബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡെല്ലാം നല്ല പ്രീമിയം ബോർഡിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഡൈനിങ് ഒക്കെ നമുക്ക് ബാക്കിലോട്ടാണ് വരുന്നത്. ഇത് നമുക്ക് കബോർഡ് വർക്കിലാണ് നമുക്ക് ഈ പാർട്ടീഷൻ തിരിച്ചിട്ടുള്ളത്. ഫ്ലോർ ടൈൽ വന്നിട്ട് 4x2 വെട്രിഫൈഡ് ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഏരിയ. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഫാൻ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ് ബേസിൻ. വാഷ് ബേസിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് നല്ല ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന് സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൻ്റെ അവിടെ നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ, കബോർഡ് വർക്കിൽ ചെറിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. നമുക്കിവിടെ കിച്ചണും വരുന്നുണ്ട്. ഹൗസ് സൈഡ് വലിയൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അകത്തെ കളറെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന നല്ല ലൈറ്റ് കളറാണ് അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. വയറിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. സ്വിച്ചെല്ലാം വന്നിട്ട് ആൻജറിൻ്റെ സ്വിച്ചാണ് വരുന്നത്. കബോർഡ് വർക്കിൽ നമുക്ക് വലിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. കിച്ചണിലെ ഫിറ്റിങ്സ് ആയിരുന്നാലും ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. കിച്ചൻ്റെ 3 ചുറ്റും നമുക്ക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്, വാൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈൽ വന്നിട്ട് മാറ്റ് ടൈലാണ്, 4x2 ടൈലാണ്, നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. അകത്തെ ഡോറുകളെല്ലാം തന്നെ നമുക്ക് പോളിഷാണ് വരുന്നത്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ്. നമുക്കിവിടെ വലിയൊരു വർക്ക് ഏരിയയാണ് വരുന്നത്. നമുക്കിവിടെ നിന്ന് സിറ്റിയിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് 11 കിലോമീറ്ററിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. നല്ല മൂവിങ് ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ കരിപ്പൂർ എന്ന് പറയുന്നത്. തച്ചോട്ടാവ് കരിപ്പൂർ. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമും
ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം, മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഈ വീട്ടിൽ നിന്നും നമുക്ക് 100 മീറ്റർ നടക്കാമെങ്കിൽ നമുക്ക് ബസ് സ്റ്റോപ്പ് എത്തും. അതുപോലെ തന്നെ മാഞ്ഞ ഫ്രീ ആയിരുന്നാലും മാർക്കറ്റ് ആയിരുന്നാലും എല്ലാം തന്നെ നമുക്ക് ഈ 200 മീറ്ററിൻ്റെ അകത്ത് നമുക്ക് വരുന്നുണ്ട്. അടുത്ത് നമുക്ക് പെട്രോൾ പമ്പ് വരുന്നുണ്ട്, സ്കൂൾ വരുന്നുണ്ട്, ഹോസ്പിറ്റൽ വരുന്നുണ്ട്, പള്ളി വരുന്നുണ്ട്, കോവിൽ വരുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റുള്ള നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അതിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. അകത്തെ കളർ ബെഡ്റൂമിലെ കളറാണ്, നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും വരുന്നുണ്ട്. കബോർഡൊക്കെ നല്ല പ്രീമിയം ലുക്കിലാണ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. 4 ബെഡ്റൂമിലും AC പോയിന്റ് വരുന്നുണ്ട്. 4 ബെഡ്റൂമിലും വാഷ്റൂമും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂം. വലിയ വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. വാഷ്റൂമിലെ ഡോർ ആയിരുന്നാലും നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അകത്തെ ഡോറുകളെല്ലാം തന്നെ പോളിഷാണ് വരുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസും 13x12 ബെഡ്റൂമിൻ്റെ സൈസ്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്കും 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ആ ബെഡ്റൂമിൽ കണ്ട സെയിം മെത്തേഡിലാണ് ഇവിടെ നമ്മുടെ കബോർഡ് വർക്ക് വരുന്നത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇത് നമുക്ക് അതേ മെത്തേഡിൽ തന്നെ വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സ് വരിക്കുന്ന ഫുള്ള് നമുക്ക് സെറയാണ്. ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിലെ ഹാൻഡിൽ വെച്ചിരിക്കുന്ന ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിൻറ്റും ഇവിടെ നമ്മൾ വുഡിൻ്റെ പിടിയുമാണ് വരുന്നത്. ഇത് നമ്മുടെ ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറുന്നിടത്ത് നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. സെൻറ്റർ ചെവിൽ വലിയൊരു ടെസ്റ്റർ വർക്കും വരുന്നുണ്ട്. സീലിങ്ങിൽ വലിയൊരു ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട്. വിശാലമായിട്ടുള്ള ഹാളാണ് വരുന്നത്. വാഷിംഗ് മെഷീൻ്റെ പോയിന്റിൽ നമുക്ക് ഈ സൈഡിലാണ് വരുന്നത്. നമ്മുടെ ഒരു സ്റ്റഡിങ് റൂമാണ്, എന്തുവേണോ ചെയ്യാൻ പറ്റിയ വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. വലിയൊരു ബാൽക്കണിയും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇവിടെയും 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും വരുന്ന നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 18x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. കബോർഡിലേക്ക് നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയ വാഷ്റൂമാണ് ഇവിടെയും വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്നത് നമുക്ക് സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 15x13 ബെഡ്റൂമിൻ്റെ സൈസ്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും വലിയൊരു അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ്, 4 വാഷ്റൂം, നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഇവിടെയും കബോർഡിൽ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന സെറയാണ്. അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ടൈലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. വാഷ്റൂമിലെ ഡോർ ആയിരുന്നാലും നല്ല പ്രീമിയം ഡോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വിലയിരുത്തണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഒന്ന് കാണുമ്പോഴേ വീടിൻ്റെ ക്വാളിറ്റിയെല്ലാം തന്നെ വിലയിരുത്താൻ പറ്റൂ. ഈ വില്ലയ്ക്കകത്ത് ഈ വീട് കാണാൻ വരുമ്പോൾ തന്നെ അടുത്തുള്ള വേറെ 2 വീട്, ഈ ബഡ്ജറ്റിന് വരുന്ന വേറെ 2 വീടുണ്ട്. അതും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അടുത്തുള്ള വീടുകളിലെല്ലാം തന്നെ നമുക്ക് ആൾ താമസവും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വലിയൊരു ബാൽക്കണി. വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. റോഡ് സൈഡ് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ്. സന്ധ്യയ്ക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് വരുന്നുണ്ട്. ബാൽക്കണിയിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് ജാളി ചെയ്തിട്ടുണ്ട്. ഇരുമ്പിൽ ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മാറ്റ് ബ്ലാക്ക് പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഓടിലെ ജാളിയാണ്. ഇവിടെ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റീലാണ്. ഇതിൽ നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് ഒരു ഓപ്പൺ ടെറസാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്.
ഇവിടെ കൂടിയാണ് നമുക്ക് ടെറസിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട് നമ്മുടെ വാട്ടർ പ്രൂഫിങ്, ടെറസിൽ മൊത്തം വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ടെറസ്. അത്യാവശ്യം വലിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വലിയൊരു ടെറസാണ്. ഈ അടുത്തുള്ള വില്ലയിലെല്ലാം തന്നെ ആൾതാമസം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ടാങ്ക് വന്നിട്ട് 500-ൻ്റെ 2 ടാങ്കാണ് വരുന്നത്. ഒന്ന് നമ്മുടെ കിണറിലെയും ഒന്ന് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷൻ്റെ. ടെറസിലൊക്കെ നമുക്ക് രാത്രി നല്ല വ്യൂ ആണ്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിലേക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടോവ് കരിപ്പൂർ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിരിക്കുന്ന 4,620 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2,200 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 വലിയ ബെഡ്റൂമാണ്, 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട്ടിലോട്ട് വരുന്ന വഴി നമുക്ക് ടാർഡാണ്. 4 മീറ്ററാണ് നമ്മളെ റോഡിൻ്റെ വീതി വന്നിട്ട്. നമ്മുടെ ലോവർ സൈറ്റാണ് നമ്മുടെ വീട് വന്നിട്ട്. ഈ വീടിരിക്കുന്ന 20 വീടിൻ്റെ മുകളിൽ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ്. 80% വീട്ടിൽ നമുക്ക് ആൾതാമസം വരുന്നുണ്ട്. ഈ വില്ലയ്ക്ക് തന്നെ നമുക്ക് 3 വീടാണ് കൊടുക്കാനുള്ളത്. 3 വീടും നമുക്ക് 85 ലക്ഷം രൂപയുടെ അകത്ത് വരുന്ന വീടാണ്. ഈ പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഈ വീടിന് ചോദിക്കുന്നത് 85 ലക്ഷം രൂപയാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 80% നമുക്ക് ഹോം ലോൺ, നമ്മൾ മാക്സിമം നമ്മൾ എത്ര ശതമാനം ഹോം ലോൺ കിട്ടുമോ അത്ര ശതമാനം നമ്മൾ ഹോം ലോൺ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വീടിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി നമ്മൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 11 കിലോമീറ്ററിൻ്റെ അകത്താണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും എയർപോർട്ട് പോകാൻ വേണ്ടി 13 കിലോമീറ്ററിൻ്റെ അകത്താണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. ഈ വീട് വാങ്ങാനോ ഈ വീടിൻ്റെ ഡീറ്റെയിലോ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.